ഹലോ യൂട്യൂബ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റേതുള്ളത് ബജാജിൻ്റെ ഫ്രീഡം 125 ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ റിവ്യൂ എടുക്കാൻ ഇന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വലിയ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നൊരു പേഴ്സണൊന്നും അല്ല. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാം ഒന്ന് എടുത്തു നോക്കിയപ്പോൾ കുറേ വീഡിയോസിൻ്റെ അടിയിലായിട്ട് കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അതായത് E20 പെട്രോൾ അടിച്ചിട്ട് E20 കമ്പാറ്റബിൾ ആയുള്ള വണ്ടിയിൽ പോലും മൈലേജ് കുറവാണെന്ന്. അപ്പോൾ നമുക്ക് ഈ കാലഘട്ടത്ത് E20 പെട്രോൾ സമയത്ത് ഇങ്ങനെ ഒരു അഫോർഡബിൾ CNG ബൈക്ക് ഉള്ളപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസും ഇതിൻ്റെ കാര്യങ്ങളും ഉള്ളതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വേണ്ട ഏട്ടാ, സത്യം പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഈ വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയാണ്, ഇതിൻ്റെ മൈലേജ് ഫിഗേഴ്സ്, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ബേസിക്കലി സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഓടിച്ചിട്ട് കേട്ടോ, നല്ല രസമുണ്ട് ഓടിക്കാൻ. അപ്പോൾ ഇതാണ് വണ്ടി. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ റിവ്യൂയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, ഇന്ന് എൻ്റെ ഉള്ളത് ബജാജിൻ്റെ ഫ്രീഡം 125 ആണ്. അപ്പോൾ ഇത് 125cc ആണ് വരുന്നത്. ഇത് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, പക്ഷേ എങ്ങനെയല്ല, ഇത് എത്ര ഹോഴ്സ് പവറും ഇതുള്ളത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ഇത് 9 ഹോഴ്സ് പവറും 9 Nm ഓഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ കൈ കൊടുത്ത് കാണിക്കണമെന്നുണ്ട്. പക്ഷേ ഞാനിപ്പം ഇത്തിരി ക്രൗഡഡ് ആയിട്ടുള്ള റോഡിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇത് ഓടിച്ച ആ സ്പീഡ് കയറിയ രീതി എന്ന് പറയാം. 60 വരെയൊക്കെ കുഴപ്പമില്ലാതെ കയറുന്നുണ്ട്. വിൻഡ് ബ്ലാസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ വിൻഡ് ബ്ലാസ്റ്റ് ഉണ്ട്, വൈബ്രേഷൻ ഉണ്ടെന്ന് വെച്ചാൽ വൈബ്രേഷൻ എവിടെ നിന്നും വലിയ രീതിയില്ല. ബൈക്ക് സത്യം പറഞ്ഞാൽ ഓടുന്ന അറിയുന്ന പോലുമില്ല. ഞാൻ ഒന്ന് പേടിച്ചു. ഞാനാണെങ്കിൽ എൻ്റെ KTM ബ്രേക്ക് ചെയ്യുന്ന പോലെയാണ് ഇത് ചെയ്ത് പോയത്. സംഭവം എന്ന് വെച്ചാൽ KTM ഇത്തിരി ക്ലോസ് ആകുമ്പോഴാണ് പിടിക്കുന്നത്. അത് എനിക്ക് എന്തൊരു മീൻ പൊട്ടി തറയി വീണു. അയ്യോ, ഞാൻ എൻ്റെ മേളിൽ കൂടെ കയറി ഇറങ്ങുകയും ചെയ്തു, കണ്ടില്ല. അത് പോട്ടെ. അപ്പോൾ നമുക്ക് ബൈക്കിൻ്റെ കാര്യത്തിലോട്ട് വരാം. അപ്പോൾ പവർ ഫിഗേഴ്സ് അത്രേ ഉള്ളൂ. നമുക്കപ്പോൾ ഇതിൻ്റെ കംഫോർട്ടിനെ കുറിച്ച് പറയാം. കംഫോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബോഡി ഞാൻ 6 ഫുട്ട് ഉണ്ട്. ഞാൻ ഹൈറ്റാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത്തിരി ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ ബാക്ക് ചെറിയൊരു ബെൻഡുണ്ട്. അതിൻ്റേതായ സ്ട്രെസ്സ് ചെറുതായിട്ട് അറിയുന്നുണ്ട്. ലോവർ ബോഡി എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, ലോവർ ബോഡി കുഴപ്പമൊന്നുമില്ല. കാലൊക്കെ റിലാക്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. യാതൊരുവിധ വൈബ്രേഷൻ ഫുഡ് റെസ്റ്റ് ചെയ്യുന്നോ, എടാ ഞാനങ്ങ് അറിയാതെ കയറിപ്പോയല്ലോ. ഫുഡ് റെസ്റ്റ് ചെയ്യുന്നോ ഇവിടുന്ന് ഒന്നുമില്ല. ഇപ്പം തട്ടണ്ടായിരുന്നു. ഇതെന്താ വെച്ചാൽ ഇവിടെ ഇങ്ങനെ ട്രാഫിക് വരുന്നതല്ലേ ഈ റോട്ടിൽ. ഇനി നമുക്ക് പിന്നെ ഉടക്ക് വഴി കയറാം ഇവിടുന്ന്. ഇന്ന് സത്യം പറഞ്ഞാൽ ഇതും കൊണ്ട് ഹൈവേയിലൊന്ന് പോകണമെന്ന് വെച്ചപ്പോൾ ട്രാഫിക്ക്, നല്ല റോഡൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇനിയിപ്പം ബൈ റൂട്ടിൽ കൂടെ നമുക്ക് ഓടിക്കാം. കണ്ടോ, ഇപ്പോൾ അവിടെയും ട്രാഫിക്. ഇനി അവിടെ കുറേ നേരം കിടന്ന് സമയം കളയണ്ട. അപ്പോൾ നമുക്ക് കംഫോർട്ട് ഇങ്ങനെയാണ്. നല്ല രസമാണ് വണ്ടി ഓടിക്കാനൊക്കെ. യാതൊരു വിധ ബോഡി പെയിനോ ഷോൾഡർ പെയിനോ ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. നല്ല സ്മൂത്തായിട്ട് തന്നെ വണ്ടി ഓടുന്നുണ്ട്. യാതൊരു വൈബ്രേഷൻ ഹാൻഡിൽ ബാറിലോ ഫുഡ് റെസ്റ്റിലോ എവിടെയുമില്ല. അതാണ് ഇതിലെ ഹൈലൈറ്റ്. ഇപ്പോൾ CNG മോഡിലാണ് ഓടുന്നത്. ഇപ്പം നമ്മൾ CNGന്ന് പെട്രോളിലോട്ട് ആക്കിയെന്ന് വെച്ചപ്പം, അല്ലെങ്കിൽ CNG തീർന്ന്, അല്ലെങ്കിൽ പെട്രോൾ ഇടുന്ന ഏതെങ്കിലും ഒന്നും തീരട്ടെ. അപ്പോൾ തീർന്നെന്ന് ചോദിച്ചോ, നമ്മളിപ്പോൾ ഇതിപ്പോൾ ഞാൻ പെട്രോളിലോട്ട് ആക്കിയതാണ്. ആക്സിഡൻറ്റ് ഒന്ന് കൈയെടുത്തിട്ട് പോലും ഇല്ല. ചെറിയൊരു ജെർക്കിങ് ഇപ്പോൾ ഉണ്ടായിരുന്നു. നേരത്തെ സത്യം പറഞ്ഞാൽ ജെർക്കിങ് ഇല്ലായിരുന്നു. ഇപ്പോൾ ചെറിയൊരു ചുമ്മാ അല്ല, ഫ്യൂവല് കുറവാണ്, അതാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അല്ലാതെ ജെർക്കിങ് ഒന്നും ഇല്ല. സത്യം പറഞ്ഞാൽ സ്മൂത്തായിട്ടാണ് വണ്ടി CNGന്ന് പെട്രോളിലോട്ടാവുന്നതും പെട്രോളിൽ നിന്ന് CNGയിലോട്ടാവുന്നതും. കണ്ടോ, ഒരു ജെർക്കിങ് ഇല്ല. CNG ഇപ്പം ചേച്ചി ഇറങ്ങല്ലേ 4 കട്ടയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സ്മൂത്തായിട്ട് പോയത്. നേരത്തെ പെട്രോൾ ഇത് ലോ ആണ്. ഇതിലാണെങ്കിൽ പിന്നെ പെട്രോൾ ലെവൽ ഇൻഡിക്കേഷൻ ഇല്ല CNG പോലെ. മെയിൻലി CNGയിലാണ് ഇത് ഓടുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ മൈലേജ് ഫിഗേഴ്സിലോട്ട് അടുത്ത് കിടക്കാം. അപ്പോൾ മൈലേജ് ഫിഗേഴ്സ് ആണെങ്കിൽ CNG 1 കിലോയിൽ ഇത് ബജാജ് പറയുന്നത് 110 ആണ്. പക്ഷേ ഞാൻ ഓണേഴ്സ് റിപ്പോർട്ടെല്ലാം ചോദിച്ചപ്പോൾ എനിക്കിത് 100-105 വരെ കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ CNGയിൽ 1 കിലോയ്ക്ക് ഇപ്പോഴത്തെ റേറ്റ്, അതായത് ഇന്നത്തെ ദിവസം ഏതെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. അപ്പോൾ ഇന്നത്തെ റേറ്റ് വരുന്നത് കിലോയ്ക്ക് 88 രൂപയാണ്. അപ്പോൾ 88 രൂപയ്ക്ക് ഒരു 100-105 ഓടുന്നത് വെച്ചാൽ വലിയ കാര്യമാണ്. സീരിയസ്ലി, നമ്മളിപ്പോൾ പെട്രോൾ 104 രൂപ കൊടുത്താണ് അടിക്കുന്നത്. അതിലിപ്പം 120cc ബൈക്കിൽ 65-70 വരെ ഓടുന്നുള്ളൂ. എനിക്കറിയാമെന്ന്. ഞാൻ ഇനി അതിൽ കൂടുതൽ ഓടുന്ന ബൈക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ചിലപ്പോൾ സ്പ്ലെൻഡർ ഓടിയിൽ നിന്ന് വരും. അപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് 88 രൂപയിൽ 105 കിലോമീറ്റർ ഓടുന്നു. അപ്പോൾ അത് നല്ലൊരു ലാഭമാണ്. പിന്നെ E20 പെട്രോൾ അടിക്കുന്നതുകൊണ്ട് മൈലേജിൽ നമുക്ക് വലിയ വേരിയേഷനോ ഡ്രോപ്പ് ഒന്നും വരുന്നില്ല. അതായത് ഇതിപ്പോൾ പെട്രോളിലും ഓടും CNGയിലും ഓടും.
പെട്രോളിൻ്റെ മൈലേജ് ഫിഗേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ 60-65 അത് ഒരുവിധം കുഴപ്പമില്ല. പക്ഷേ കൂടുതൽ ഇത് CNGയിലാണ് ഓടുന്ന വണ്ടി. പിന്നെ 5 സ്പീഡ് ഗിയർ ബോക്സാണ് വരുന്നത്. ഇപ്പോൾ 5ാമത്തെ ഗിയർ ഇട്ട് 30-40 പോകുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഡിസ്പ്ലേ കുറിച്ച് പറയാം, നല്ല വെയിലടിച്ച് കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. ഇപ്പം ക്യാമറ പോലും ക്യാപ്ചർ ആവുമെന്ന് എനിക്കറിയില്ല. എനിക്കിനി എൻ്റെ കണ്ണടിച്ചെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. പക്ഷേ ഡിസ്പ്ലേയിൽ ചെറിയൊരു ഇതുണ്ട്. അത് പിന്നെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും ഇല്ല, ഞാൻ നോക്കിയായിരുന്നു. ബ്രൈറ്റ്നസ് കുറവാണ്, പക്ഷേ അത് കുഴപ്പമില്ല. നമ്മളെന്തായാലും വല്ലാത്ത അങ്ങോട്ട് നോക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇതിന് ബജാജ് 3 വേരിയൻസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ബേസ്, മിഡ്, ടോപ്പ്. അപ്പോൾ ഇതിപ്പോൾ ടോപ്പ് വേരിയൻ്റ് ആണ്. ഇത് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,40,000 രൂപയാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇപ്പം ഈ ബൈക്ക് എടുക്കുന്നവർക്ക് ബജാജ് ഏത് സ്ഥലമാണെങ്കിലും ശരി, അപ്പോൾ ഇതിപ്പോൾ എടുക്കുകയാണെങ്കിൽ ബജാജ് 5,000 രൂപ ഓഫറും തരുന്നുണ്ട് എല്ലാ ഷോറൂമിലും. അപ്പോൾ ഇത് ടോപ്പ് വേരിയൻ്റ് ആണ്. ഇതിൻ്റെ എക്സ് ഷോറൂം വരുന്നത് 1,09,000 1,09,000 രൂപയാണ്. സത്യം പറഞ്ഞാൽ നല്ല ലോ ആൻഡ് ടോർക്ക് ഉണ്ട്, അൺവാണ്ടഡ് ഷിഫ്റ്റിംഗ് ഇല്ല. പക്ഷേ അറിയാതെ ഞാൻ ഗിയർ ചേഞ്ച് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ കേൾക്കാൻ ഓടുമ്പോൾ. എഞ്ചിനിൽ നല്ല എക്സോസ്റ്റിൻ്റെ ഒരു ഗിഡ് എന്നുള്ളൊരു സൗണ്ട് ഉണ്ട്. മൈക്ക് ക്യാപ്ചർ ആവുന്നില്ലെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നിട്ട് രസമുണ്ട് കേട്ടോണ്ട് ഓടിക്കാൻ. ഇത്തിരി ഒന്ന് സ്മൂത്തായിട്ട് ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് കയറി. അപ്പോൾ ഇതിലും പയ്യാണ് പോകുന്നത്. ഓവർടേക്കാനും പറ്റില്ല ബൈ റൂട്ടല്ലേ. അഥവാ ഞാൻ ഈ വേറെ എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചാലോ, വേണ്ട. അപ്പോൾ വണ്ടിയുടെ മൈലേജ് ഫിഗേഴ്സ് അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ മിറേഴ്സൊക്കെ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ വിസിബിലിറ്റിയിൽ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ നമുക്ക് ബാക്കി വരുന്ന വണ്ടികൾ കാണാം. ആ ഡോമിനാറി കണ്ട അതേ ഒരു ഷേപ്പാണ് ഇതിന് എനിക്ക് തോന്നിയത്. പക്ഷേ ഇത്തിരി കൂടെ ചെറിയ മിററാണ്. നമുക്ക് ഇവിടുന്ന് റൈറ്റ് എടുത്ത് പോവാം. ലെഫ്റ്റ് എടുത്ത് ഐത്തിലാണ് ചെന്ന് കിടന്ന് പിന്നെയും ട്രാഫിക്കിലോട്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ വൈബ്രേഷനൊക്കെ ഉണ്ടോയെന്ന് വെച്ചാൽ യാതൊരുവിധ വൈബ്രേഷനും എവിടെ നിന്നും വലിയ രീതിയിലില്ല. സത്യം പറഞ്ഞാൽ വണ്ടി ഓടുന്ന പോലും ഭയങ്കര സ്മൂത്തായിട്ടാണ്. ഒരു എന്തോ പറയുന്നത്, നമ്മളെ ബോധറിക്കുന്ന രീതി വൈബ്രേഷൻ എവിടെ നിന്നുമില്ല. അത്ര സ്മൂത്തായിട്ടാണ് ഓടുന്നത്. ക്ലച്ച് ഭയങ്കര ലൈറ്റാണ്, ഗിയർ ഭയങ്കര സ്മൂത്താണ്, ഷിഫ്റ്റ് ഒന്നും അറിയുന്നില്ല, ബട്ടർ സ്മൂത്തായിട്ടാണ് എല്ലാം ഇതാവുന്നത്. പിന്നെ ഞാനിപ്പോൾ CNG ഓടിക്കുന്നത്. എനിക്ക് ഇതിൽ പെട്രോൾ ഫ്യൂവൽ കുറവാണ്. അപ്പോൾ ഞാൻ CNG ഓടിച്ചിട്ട് പോയി യാതൊരുവിധ കുഴപ്പവും എനിക്ക് ഇതുവരെ അനുഭവപ്പെട്ടില്ല. അതായത് കയറ്റൊക്കെ എത്തുമ്പോൾ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ബാക്കി പില്ലിയണുകൊണ്ട് സ്മൂത്തായിട്ട് തന്നെ വണ്ടി പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കുറേ പേര് പറയുന്നുണ്ട് E20 പെട്രോൾ അടിച്ചിട്ട് വണ്ടിക്ക് മൈലേജ് കിട്ടുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ബജാജ് നമുക്ക് ഇങ്ങനെ ഒരു അഫോർഡബിൾ റേറ്റിൽ ഒരു CNG ബൈക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര സേഫ്റ്റിയുള്ള ബൈക്കാണ്. നമ്മൾ മിക്കവരും പേടിക്കുന്ന ഒരു കാര്യമാണ്, അതായത് CNG ബൈക്ക് എടുത്ത് പോലെ ലീക്കായാലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമോ അങ്ങനെയൊക്കെ. ഇതിൻ്റെ ബജാജ് ഇതിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട്. കാറുകാരൻ എടുത്തോ, അല്ലെങ്കിൽ ആയാലും നമ്മളെ കൊണ്ട് ചിടിച്ചാലോ. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട്. ഒരു ട്രക്കൊക്കെ കയറ്റി ഇറക്കുന്നതും ഇത്ര ഫീറ്റ് ഉയർത്തി, എത്ര ഫീറ്റാണെന്നറിയില്ല, ഞാൻ അത് കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് വീഡിയോ എടുത്താൽ കൊടുക്കുന്നതായിരിക്കും. ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്നതും ട്രക്ക് കയറ്റി ഇറങ്ങുന്നതും അങ്ങനെ കുറേ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിലൊന്നും ഒരു കുഴപ്പം വരുന്നില്ല. അത്രയ്ക്ക് സേഫ്റ്റിയാണ് ഈ വണ്ടി ബിൽഡ് ചെയ്തേക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പേടിയില്ല. CNGയുടെ മേളിൽ ഇരുന്നാണ് ഞാൻ ഓടിക്കുന്നത്, ഒരു പേടി എനിക്കില്ല. അങ്ങനെ തോന്നുന്നില്ല. CNG ബൈക്കാന്ന് പോലും തോന്നില്ല. ഒരു പെട്രോൾ ബൈക്ക് ഓടുന്ന പോലെ തന്നെ ഓടുന്നത്, അതേ സൗണ്ടും അതേ ക്യാരക്ടേഴ്സും എല്ലാം ഉള്ളത്. CNG ബൈക്കാണെന്നുള്ളൊരു ഫീലും ഇല്ല. സത്യം പറഞ്ഞാൽ ഇത് നല്ല അഫോർഡബിൾ ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ബൈക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. ഇപ്പോൾ 88 രൂപയ്ക്ക് 105-100 കിലോമീറ്ററൊക്കെ 100 കിലോമീറ്ററൊക്കെ ഓടുന്നത് വലിയ കാര്യമാണ്. നമുക്ക് പെട്രോളിനെക്കാട്ടി 10-30 രൂപ കുറവാണ്. നമുക്കിത് ഡെയിലി കമ്മ്യൂട്ടിന് നല്ല രീതിയിൽ യൂസ് ചെയ്യാനും പറ്റും. ബോഡി പെയിനോ വൈബ്രേഷനോ ഒന്നുമില്ല. 4ാമത്തെ ഗിയറിലാണ് പോകുന്നത് ഇപ്പോഴും, ഒരു ഇതും ഇല്ല കേട്ടോ. ക്ലച്ച് ഫ്രീ ആണ്, സ്മൂത്തായിട്ടാണ് വണ്ടി പോകുന്നത്. പിന്നെ ബൈക്കിൻ്റെ ലുക്സിനെ കുറിച്ചൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളിയാണ് ബിൽഡ് ചെയ്യുന്നത്. ഒരു ചെറിയ ബൈക്കാണോ എന്ന് വെച്ചാൽ ചെറിയ ബൈക്കാണ്, പക്ഷേ വണ്ടി നല്ല നീളമുണ്ട്. അതായത് ഇവിടെ നിന്ന് അങ്ങ് വരെ നല്ല നീളമുണ്ട്. ഒരു 3-4 പേർക്കുള്ളിൽ ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അത്രയ്ക്ക് നീളത്തിലാണ് ബജാജ് സീറ്റ് ചെയ്തേക്കുന്നത്. അത് മെയിൻലി CNG ടാങ്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അത് നല്ല കാര്യമാണ് കേട്ടോ. പിന്നെ സസ്പെൻഷനൊക്കെ സോഫ്റ്റാണ്. ഇപ്പോൾ കുഴി കൂടെ പോയിട്ട് എൻ്റെ വോയിസ് ഒന്നും വലുതായി ബ്രേക്കായി, പക്ഷെ വലുതായിട്ട് ബ്രേക്കായില്ല. പിന്നെ ഇത് പുതിയ വണ്ടിയും കൂടെയാണ്, അതുകൊണ്ടാണ് ഞാൻ അത്ര കൈയെടുത്ത് ഓടിക്കാനത്. എഞ്ചിനൊന്നും ഓടി സെറ്റാണല്ലോ. എഞ്ചിനോട് സെറ്റാതെ ഒരു കാര്യം നമുക്ക് നേരെ സെറ്റ് നടക്കില്ല. മൈലേജും എല്ലാം കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ എഞ്ചിനോട് സെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒരു 10-2000 പോരെ, ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ 10-2000 കിലോമീറ്റർ ഒരു ഇത് നല്ല സ്മൂത്തായിട്ട് ഓടിച്ചാലേ വണ്ടിയുടെ എഞ്ചിൻ സെറ്റാകത്തുള്ളൂ. എഞ്ചിൻ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല രീതിയിൽ മൈലേജ് കിട്ടും. ചിലപ്പോൾ 105 പറയുന്ന ചിലപ്പം 115 കിട്ടി തരും, ബജാജ് പറയുന്ന പോലെ പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കൈ കൊടുത്ത് ഇതുവരെ കാണിക്കാനത്. അപ്പോൾ ഇവിടുന്ന്
ചെളിയിൽ ഇറക്കണമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഇറക്കി. ഇതിപ്പോൾ ഓഫ് റോഡ് ഇറക്കേണ്ട അവസ്ഥയായല്ലോ. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് വീഡിയോ എൻഡ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇന്ന് നമുക്ക് ഈ വണ്ടി തന്നേക്കുന്നത് ബജാജ് സാരഥി ബജാജാണ്. അപ്പോൾ ബുക്കിങ്സും എൻക്വയറീസിനായും ബജാജിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെയും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ബജാജ് ഫ്രീഡം 125ൻ്റെ റിവ്യൂ ഇത്രയേ ഉള്ളൂ. പിന്നെ അഥവാ ഞാൻ ഈ വീഡിയോയിൽ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിക്കാവുന്നതാണ്. ഞാൻ എന്തായാലും റിപ്ലൈ ഇടുന്നതായിരിക്കും. ലേറ്റ് ആയിട്ടാണെങ്കിൽ ഞാൻ റിപ്ലൈ ഇടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബജാജ് ഫ്രീഡം 125ൻ്റെ റിവ്യൂ ഇത്രയും ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ഇതേപോലുള്ള വീഡിയോയ്ക്കായി BMW അല്ലേ, അതാ എൻ്റെ പെട്ടെന്ന് വോയിസ് ക്രാക്കായി പോയി. നമുക്കിപ്പോൾ ഫ്രണ്ട് ഹെഡ്ലൈറ്റും പോയി കിടക്കുന്നു. ഇതെന്തോ ആക്സിഡൻറ്റ് എന്തോ പറ്റിയതാണെന്ന് തോന്നുന്നു. ഒരു ഹെഡ്ലൈറ്റ് ഇല്ല. അപ്പോൾ എന്താണ് പറഞ്ഞിട്ട് നമ്മൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതേപോലെയുള്ള വീഡിയോസിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ നമുക്ക് വീണ്ടും കാണാം. അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.